നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ആദ്യം തന്നെ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ഒരു പറ്റം ആളുകളുണ്ട്. തൃശ്ശൂർ തളിക്കുളത്തെ അക്ഷയ സെന്ററിലെ ആൾക്കാരും ജീവനക്കാരും ഫാമിലിയാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഇത് ഐറ്റം വേറെയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അടിക്കൈ. ഓക്കെ, കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജോൻ ചേട്ടാ ആൻഡ് പ്രജോദ് ചേട്ടാ. നമസ്കാരം. നമസ്കാരം. എന്തെല്ലാം വിശേഷം? എനർജിയിലല്ലേ? ഫുൾ പൊളി. കിറ്റ് കണ്ട് ആസ്വദിക്കാനും ആഹ്ലാദിക്കാനും തയ്യാറാണോ? റെഡിയാണ്. ആദ്യത്തെ സ്കിറ്റ് വിളിക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം കിഷോർ മടങ്ങി വരുന്നു. കിഷോർ നമ്മളെ ഓക്കെ വിത്ത് ശംഭു ആൻഡ് സുധീഷ് പിന്നലൂർ. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിൻ നൂലിഴ ആരും തുടച്ചില്ല. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ. എടാ കൊച്ചൂട്ടാ, നിന്റെ അച്ഛനും മരിച്ചു 16 കഴിഞ്ഞ്, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത്? അന്ന് ആര് കരഞ്ഞ്? ഞാൻ റീൽസ് എടുക്കല്ലായിരുന്നാ. അച്ഛൻ മരിച്ചതിനൊന്നും എനിക്ക് റീൽസ് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ അച്ഛൻ മരിച്ചെന്നുള്ള കാര്യം റീൽസ് ആയിട്ട് അങ്ങോട്ട് വിട്ടോണ്ടിരുന്നില്ല ഞാൻ. നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. എന്ത് മാമ? നിന്റെ ശശാങ്ക ചിറ്റപ്പനില്ലേ, മരണത്തിന്റെ അന്ന് വന്നിട്ട് എന്താണ് പിണങ്ങി പോയത്? ദുർവാശിയാ. ചിറ്റപ്പൻ ഇങ്ങോട്ട് കയറി വന്നല്ലോ. അപ്പം ബോഡിയുടെ അടുത്തിരുന്ന് നമ്മള് ബന്ധുക്കളെല്ലാം കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ചിറ്റപ്പനെ കണ്ടപ്പം ചിരിച്ചിട്ടാന്നും പറഞ്ഞ് പുള്ളി ഈഗോ എടുത്തിറങ്ങി പോയി മാമ. മരണ വീട്ടിലാ. പിന്നെ മാമ ചടങ്ങെല്ലാം കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ മാമ? ഇഡലി സാമ്പാറും ഇരിപ്പുണ്ട്, നമുക്കൊരു പിടി പിടിച്ചാലാ. തിന്നണ കാര്യം മാത്രമേ ഉള്ള. അതല്ല മാമ, ഇനി എന്തെങ്കിലും ചടങ്ങ് ബാക്കിയുണ്ടോ? ഒരു ചടങ്ങും കൂടെ ഉണ്ട്. എന്താ മാമ? എന്ത് മാമ? ആ കിണ്ടി എടുത്ത് ഇങ്ങോട്ട് നീക്കി വെച്ചാണ്. ആ പുഷ്പം എടുത്ത് കിണ്ടിയിലേക്ക് എടുത്തു മാമ. എന്നിട്ട് കൈ കൂപ്പി നിന്ന് കണ്ണടച്ച് ഞാൻ പറയുന്നത് പോലെ അങ്ങോട്ട് പറയണം. പറയും മാമ. വൈകുന്നേരം ടാർപ്പയും കസേരയും കൊണ്ട് കൊടുത്തിട്ട് എന്റെ മരിച്ചുപോയ അച്ഛന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നു. എന്റെ മരിച്ചുപോയ അച്ഛന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നു. മാമൻ ഒരു ഫുൾ എടുത്ത് കൊടുത്തേക്കാം. ഒരു പൈൻ്റായാലും മതി. കേറ്റി അങ്ങ് കളിക്കുകയാണല്ലേ കൈന്നിട്ട്. എന്റെ മാമ ഒന്ന് പോവാ. അച്ഛനും അമ്മയും മരിച്ച് ഒറ്റ തടിയാണ്. എടാ മക്കളെ, ആ തടി എനിക്കിങ്ങ് തരുവാടാ. വീടിന്റെ പണി അടക്കല്ലേ, 3-4 കട്ടള വെക്കാല്ലേ. അതല്ല മാമ, അച്ഛനും മരിച്ച് അമ്മയും മരിച്ച് ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്കൊരു കല്യാണം വേണ്ടേ മാമ? വേണം മോനെ. എന്റെ പേര് കൊച്ചൂട്ടൻ മോനെന്നല്ലേ? അല്ലടാ, നിനക്കൊരു കല്യാണം വേണം മോനെ എന്നാണ് ഞാൻ നിന്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് വരാത്ത പുറപ്പെട്ടു പോയ നിന്റെ ചേട്ടനുണ്ടല്ലോ, അവൻ ചിലപ്പോ സ്വത്ത് തട്ടിയെടുക്കാൻ വന്നാലായി. ഇതിനകത്താണ് കാല് കുത്തി അവന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും പറഞ്ഞിട്ടുണ്ടേ. അതൊന്നും പറ്റൂല. അവനെ കുറിച്ച് നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. വെട്ടൊന്ന് മുറി 2, അതാണ്. ആര് വെട്ടിയാലും മുറി 2 എന്നെ മാമ. അങ്ങനല്ല പറഞ്ഞത്. അവൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമില്ല. നീ കേട്ടിട്ടില്ലേ, മനുഷ്യൻ വിചാരിച്ചാൽ എന്ത് കാര്യവും സാധിക്കുന്ന. അങ്ങനെ മനുഷ്യൻ വിചാരിച്ച എല്ലാ കാര്യവും നടക്കത്തില്ല മാമ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മാമന്റെ ചന്തിയിൽ ഒരു ഉറുമ്പ് കടിച്ച് പകരം ഉറുമ്പിന്റെ ചന്തിയിൽ മാമന് കടിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് പറഞ്ഞത്, മനുഷ്യന് പറ്റാത്ത പല കാര്യങ്ങളും ഈ ഭൂമിയിലുണ്ട് മാമ. മാമോ, ചടങ്ങ് കഴിഞ്ഞിട്ടും ആരൊക്കെ വരുന്നുണ്ട് മാമ? ഇഡ്ഡലി സാമ്പാർ തിന്നാൻ വരുന്നതായിരിക്കും, ഞാൻ കൊടുക്കത്തില്ല. ആര് നോക്കൂ മാമ? എടാ കൊച്ചൂട്ടാ, എടാ പുറപ്പെട്ടു പോയതിന്റെ ചേട്ടായി വലിയ കുട്ടായി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വലിയ കുട്ട ഇതിനകത്ത് കാല് വെച്ചാൽ അവന്റെ കാല് ഞാൻ ചവിട്ടി ഓടിക്കും. നീ ആവശ്യമില്ലാത്ത കാര്യത്തൊന്നും നിൽക്കരുത്. എനിക്ക് അവനോട് സംസാരിക്കാൻ താല്പര്യമില്ല മാമ. ഞാൻ പറഞ്ഞ അവന്റെ അടുത്ത് എല്ലാം സോൾവ് ചെയ്തോളാം. നീ മിണ്ടല്ലേ. എല്ലാരും ഭയങ്കര കലിപ്പിലാണല്ലോ, സെന്റിയിലങ്ങ് പിടിക്കാം. എടാ, നിന്റെ അമ്മ അടക്കിയ സ്ഥലമാടാ. അപ്പൂപ്പനാടാ, അത് അമ്മൂമ്മയാടാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ അച്ഛന് വല്ല തേങ്ങാക്കൊലയോ ഉണ്ടോ? അതിന് നിന്റെ അച്ഛനെ അവിടെ അടക്കിയില്ലല്ലേ? അടക്കിയില്ലേ? എന്റെ അച്ഛനെ നീ എന്തോ ചെയ്തടാ? എന്റെ അച്ഛൻ ഞാൻ പുകച്ചടാ. പുകയ്ക്കാ എന്റെ അച്ഛൻ തറ സിഗരറ്റാ? അതെന്ത് പുകപ്പരെ കയറ്റി ഞാൻ പുകച്ച്. അതെന്താ എന്റെ അച്ഛൻ റബ്ബർ ഷീറ്റാണോടാ? ഇവനോട് ഇത് എങ്ങനെ പറയടാ. സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ അണ്ടി ആഫീസിലൊക്കെ പോകൊണ്ടില്ലേ, അതുപോലൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഞാൻ പുകച്ചടാ. ദൈവമേ, എന്റെ അച്ഛനെ താണ്ട് അണ്ടി ആഫീസിൽ കൊണ്ടുപോയി പറങ്ങാണ്ടിയുടെ വിളിച്ചിട്ടേ. ഇനി എന്റെ അച്ഛനാര് പറങ്ങാണ്ടിയായിരുന്നു അവർക്ക് ഡൗട്ട് അടിക്കുമല്ലോ. ദൈവമേ, എടാ ക്രിമിറ്റോറിയത്തിൽ കൊണ്ടുപോയെന്ന്. വിദേശത്ത് കൊണ്ടുപോയല്ലേ? നിന്റെ അച്ഛനെ ഞാൻ വന്നിട്ട് കുറേ നേരമായി, കുറേ സംസാരിക്കണം. ആ പൊതുശ്മശാനം എടുത്ത് വായിൽ വെച്ചിട്ട് കുറെ സംസാരിക്കായിരുന്നു.
കട്ടിയുള്ളത് എന്തെങ്കിലും പറഞ്ഞാ അപ്പ ഈ പല്ല് അങ്ങ് തെറി. തട്ടിയുള്ള 8 ഇഡ്ഡലി തട്ടിയപ്പം പല്ല് പോയില്ലല്ല. ഡാ, സത്യം പറടാ, എന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചേ? കൊച്ചുട്ടാ, കൊച്ചുട്ടാ, ഡാ. ഡാ, കൊച്ചുട്ടാ. ഡേയ്, എന്ത് പറ്റിയടാ? ഇങ്ങനെയാണ് അച്ഛൻ മരിച്ചത്. ആണ്ടെ, നീ കിടന്ന് കൂടുതൽ കോമഡി കാണിക്കല്ലേ? എന്റെ അച്ഛന്റെ മരണം എന്തോന്നാ കോമഡിയാ? അച്ഛാ, എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നേരത്തെ അങ്ങ് പോയല്ലോ അച്ഛാ. നീ എന്നെ വിളിച്ചൊന്ന് പറയാത്തത് എന്തായിരുന്നു? എന്ത്? ഞാൻ നിന്റെ അച്ഛനെ ഇവിടെ പിടിച്ചു നിർത്തിയാനല്ലേ, എന്നിട്ട് നീ വരുമ്പം നിന്നെ കൂടെ നേരത്തെ അങ്ങ് പറഞ്ഞു വിട്ടാനല്ലേ. നിനക്കൊരു കാര്യം അറിയോ? എന്റെ അച്ഛൻ മരിക്കാൻ നേരം അത്യാസന്ന നിലയിലായിരുന്നടാ. അയ്യോ, എന്തുമാത്രം വേദന നിന്നായിരിക്കും അച്ഛൻ മരിച്ചത്. എന്തോന്ന്? അസ്ഥി ആസനത്തിൽ കയറിയ പിന്നെ വേദനിക്കൂലേ? എടാ, അതല്ല, ആ. നിന്റെ അച്ഛന്റെ മരണം സുഖമരണമായിരുന്നു. ഇത് പഠിച്ച് വെച്ചേക്കുവാണ് എല്ലാരും. ഏതെങ്കിലും ആൾക്കാർ മരിച്ച അപ്പൊ പറയും സുഖ മരണമാണ്. അവിടെ എന്തിരിക്കണം സുഖിക്കാൻ? എന്നാണ് ഞാൻ ചോദിച്ചത്. എടാ, അതായത് ആ. നിന്റെ അച്ഛന്റെ അവസാന സമയത്ത് ഞാനാണല്ലോ അടുത്തിരുന്നത്. ആ. അപ്പം അവൻ പറഞ്ഞു, മച്ചമ്പി എന്റെ ചെവി കടിക്കുന്നു, നീ ഒന്ന് ചൊറിഞ്ഞാടാ. ആ. ഞാൻ എന്ത് ചെയ്ത് ഒരു തൂവലെടുത്ത് അവന്റെ ചെവിയിലിട്ട് ഇങ്ങനെ ഇങ്ങനെ സുഖിച്ചോണ്ടിരുന്നപ്പോഴാണ് അവൻ അറ്റാക്ക് വന്ന് മരിച്ചത്. കൊന്നതാടാ, കൊന്നതാടാ, കൊന്നതാടാ. വലിയൂട്ടാ, ഇത് ഡിസംബർ ആണ്. ഏപ്രിൽ വരണം, വിഷു ആവണം, എന്നാലേ മരത്തിൽ കയറി പറിച്ചെടുക്കാൻ പറ്റൂ. എന്തോന്ന്? കൊന്നതാടാന്ന് പറഞ്ഞു. എടാ, അതല്ല, നമ്മുടെ അച്ഛനെ ഈ മാമൻ കൊന്നതാ. അതും സുഖിപ്പിച്ച് കൊന്ന്. സുഖിപ്പിച്ചു പോലെ ഞാനാരടാ? സുഖിയനാ. മാമന്റെ അവനോട് ഞാൻ സംസാരിക്കാം. എടാ, എന്റെ അച്ഛൻ മരിക്കുമ്പം 100 പ്രാവശ്യം നിന്നെ ഞാൻ വിളിച്ചു. എടാ, 100 വിളിച്ചാ പോലീസേ വരൂ. നിനക്ക് എന്നെ ഒന്ന് വിളിക്കണമായിരുന്നു. മാമനെങ്കിലും എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നോ? ഞാൻ എങ്ങനെ വിളിക്കാനാ? എന്റെ ഫോൺ കംപ്ലൈന്റ് ആവല്ലേ? കമ്പിളിക്ക് നാരങ്ങയോ? അല്ല, കേടാടാ. കേടാടാ, ഉള്ളതും കൂടി പറഞ്ഞ് സെറ്റ് ബെല്ല് പറിച്ച് തെറിക്കാനാണോ? ആ കേടായ ഫോണൊന്ന് നോക്കട്ടെ. എന്തായാലും മാമൻ ഒരു അവാർഡ് കിട്ടും. എവിടുന്ന്? റബ്ബർ കോർപ്പറേഷനിൽ നിന്ന്. എന്തിനാ മക്കളെ? ഇത്രയും മാത്രം റബ്ബറിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ എന്തുമാത്രം റബ്ബറായി കിടക്കുന്നത്. ഇതെന്തോ മാമ ഫോൺ നമ്പർ എഴുതി ഒട്ടിച്ചേക്കുന്നേ? അതെ, എന്റെ ആ ഫോണിലെ എന്റെ നമ്പറാണ്. എന്തിനാ എഴുതി ഒട്ടിച്ചേക്കുന്നേ? എടാ, ഈ ഫോൺ എവിടെയെങ്കിലും കളഞ്ഞു പോയാലേ അത് കിട്ടുന്ന ആൾ ഈ നമ്പറിൽ എന്നെ വിളിച്ച് പറയുമല്ലോ, നിങ്ങളെ ഫോൺ കിട്ടിയിട്ടുണ്ട്, വന്നാ എടുത്തു തരാന്ന്. എങ്ങനെയാ കൊച്ചുട്ടാ എന്റെ ബുദ്ധി? വലിയൂട്ടാ, ഓ, കാലന് ഉന്നം തെറ്റിയതാടാ. ഇതിനെല്ലാം കൊണ്ടുപോവേണ്ടിയിരുന്നത്, ഇതിനെയായിരുന്നു കൊണ്ടുപോവേണ്ടിയിരുന്നത്. എടാ, നമ്മുടെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ സർവീസിൽ ഇരുന്ന് മരിച്ചത് കൊണ്ട് മക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി കിട്ടുമല്ലോ. അങ്ങനെ കിട്ടുവോ? ആ. എന്റെ അച്ഛൻ സർവീസ് ഇരുന്നാ മരിച്ചത്, എന്നിട്ട് എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ. അപ്പൂപ്പന് ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നു. പിന്നെ സർവീസ് ഇരുന്ന് മരിച്ചെന്ന് പറഞ്ഞ് സർവീസ് വയർ പൊട്ടിക്കിടന്നപ്പം അതിന്റെ മേലെ അറിയാതെ കയറുന്നു ഭൂമെന്ന് പറഞ്ഞല്ലേ കത്തിപ്പോയത്. അപ്പൂപ്പൻ ഇരുന്ന കൂട്ടത്തിൽ മാമനും കൂടി ഇരുന്നൂടെ ഇരുന്നോ? എന്തിന്? എന്തിനാ ഈ കണ്ടറാ ദുഃഖം നമ്മളെ കാണിക്കുന്നത്? ഇങ്ങോട്ടുണ്ടാക്കാൻ പറ്റില്ലേ? എടാ, നിന്റെ അച്ഛൻ മരിച്ചപ്പം ആ സംസ്കാരം നടത്താൻ നിനക്ക് നാട് നില കഴിഞ്ഞിട്ട് വന്നില്ലടാ. എനിക്ക് ആ അവസ്ഥ വന്നില്ല. അതെന്ത്? ആൾറെഡി കത്തിപ്പോയതിനെ പിന്നെ എങ്ങനെ കത്തിക്കാനാണ്? മാമൻ എന്തെങ്കിലും ജോലി സത്യത്തിലുണ്ടായിരുന്നോ? എനിക്ക് ബിവറേജ് ഇല്ലായിരുന്ന ജോലി. നിങ്ങൾ കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങണ സ്ഥലമല്ല ഞാൻ ചോദിച്ചത്. മാമനെ പോലെ കുടിച്ചോണ്ട് നടക്കുന്ന ഒരാളല്ല എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു പബ്ലിക് സർവന്റ് ആയിരുന്നു. എന്തോന്ന്? പബ്ലിക് സർവന്റ്. ആരാടാ പബ്ലിക് സർവന്റ്? ആരാടാ പബ്ലിക് സർവന്റ്? അച്ഛൻ. നീയാണോ പബ്ലിക് സർവന്റ്? മാമ പബ്ലിക് സർവന്റ് എന്ന് പറഞ്ഞ എന്താണ്? എന്താണ്? പൊതുജന സേവകൻ. അതായിരുന്നു എന്റെ അച്ഛൻ, പൊതുജന സേവകൻ. അതാ അതാ നിന്റെ സംശയം മാറിയല്ലോ. എനിക്ക് മറ്റന്നാളെ മാറിയത്. ഡേയ്, അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ അച്ഛൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ജംഗ്ഷനിൽ ഒരു സ്റ്റേജ് കെട്ടി അവന്റെ പേരിൽ അനുസ്മരണം നടത്തണം. ഇത്രേ നേരം കൂറ വർത്താനം പറഞ്ഞെങ്കിലും ഇപ്പോഴാണ് നല്ലൊരു കാര്യം പറഞ്ഞ മമ്മ. ഗുണദോഷ സമ്മിശ്ര. അയ്യോ, ഒന്ന് വിളിച്ചു നോക്കട്ടെ, പുള്ളി കാണുന്നു. ഹലോ, കലാഭവൻ പ്രചോദേട്ടനല്ലേ? അതെ അതെ, ഞാൻ ചെറിയങ്ങിരുന്ന് വിളിക്കുവാന്നേ. പറഞ്ഞോളൂ. ഇപ്പൊ വീട്ടില് മടപ്പള്ളിയിലുണ്ടോ? ആ, മടപ്പള്ളി ഉണ്ടല്ലോ. അതെ, എന്റെ അച്ഛൻ ചെറുതായിട്ടൊന്ന് മരിച്ചായിരുന്നേ. അപ്പൊ അച്ഛന്റെ പരിപാടി നമ്മളിവിടെ സ്റ്റേജിലൊന്ന് നടത്തുന്നുണ്ട്. മരിച്ചതിനൊപ്പം ഇവിടെ ഒരു ചെറിയൊരു പരിപാടി നടത്തുന്നുണ്ട്. അപ്പൊ ചെറിയൊരു മാട്ടയാണ്. അണ്ണൻ വന്നിട്ടേ 3-4 നടന്മാരുടെ ശബ്ദം ഒന്ന് എടുത്തിട്ട് പോണം. പിന്നെ വരുമ്പോഴേ ആ ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദം കൊണ്ട് വരണ്ട. അയ്യോ, നാട്ടുകാർ മൊത്തോ അത് കേട്ട് തടമ്പിച്ചതാന്നേ. എന്റെ അച്ഛൻ മരിച്ചു വണ്ടേലോട്ട് പോയി. ആ ആത്മാവിനെങ്കിലും നിത്യശാന്തി ഒന്ന് കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു. വരണേ. ശരി, ഓ, ശരി ശരി ശരി. നീ എന്തിന്റെ കലാമണ്ഡലം പ്രസന്നെ വിളിച്ച് ഉമ്മൻചാണ്ടിയുടെ ശബ്ദം അവിടെ വെച്ചിട്ട് വരാൻ പറഞ്ഞു? കലാമണ്ഡലം പ്രസന്നെ പിന്നെ നീ ആരെ വിളിച്ചത്? കലാഭവൻ പ്രചോദ്. എന്തിന്? നിങ്ങളല്ലേ പറഞ്ഞ അച്ഛന്റെ ഒരു പരിപാടി നടത്തുന്നുണ്ട്, അനുകരണം വേണമെന്ന്. അനുകരണമല്ല, അനുസ്മരണം. വല്ല കാര്യം പറയുമ്പോ കറക്റ്റ് പറയണം. ഞാൻ പുള്ളിയെ വിളിച്ചു, പുള്ളി ഇപ്പൊ കാർ എടുത്തോണ്ട് ഇങ്ങോട്ട് വരും. നീ ആരെ വിളിക്കാൻ പോണ്?
സ്റ്റാർ മാജിക്കിൽ അനുവിന് എന്തിന്? അനുസ്മരണത്തിന്. ഇതൊക്കെ സുഖിച്ചാ മാമ? സുഖിച്ചതല്ലടാ, ഞാൻ നിന്നെ അങ്ങ് സഹിച്ചതാ. എനിക്ക് ജോലിയുടെ കാര്യം തീരുമാനം പറ. നീ ഇത്രയും നാളും കൂടെ വന്നില്ല. അച്ഛൻ മരിച്ച് 17-ന്റെ അന്ന് വന്നിട്ട് നിനക്ക് ജോലി വേണം. എനിക്ക് ജോലി വേണം. ജോലി. അത് നൊന്ത്. അത് നൊന്ത്. അത് നൊന്ത്. സ്റ്റേജ് 1-ൽ മോണാക്ട് കാലം കാണാറുണ്ട്. ഓടാ പട്ടി. ഡാ, ഇവിടെ ആരാടാ മരിച്ചത്? അച്ഛൻ. അവൻ ചത്ത് തലയ്ക്ക് മീതെ നിൽക്കുക. മാമാ, അവന്റെ ഗന്ധം പോലും ഇവിടുന്ന് വിട്ടു പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുക, ഈ മണ്ണിനടിയിൽ ആരാണ്? മണ്ണിര. വീട്ടിൽ സുഖിച്ചാ മാമ? ഇല്ല, ഞാൻ അവനെ അങ്ങ് സഹിച്ചതാടാ. ജോലിയുടെ കാര്യം തീരുമാനം പെണ്ണുമ്പളെ വഴക്ക് പറയുമെന്ന്. എനിക്ക് മാമന്റെ അടുത്ത് ഞാൻ ചോദിക്കാണ്. ആ. അച്ഛൻ മരിക്കാൻ നേരത്ത് മാമന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ദാ, മക്കളെ എല്ലാം വിളിച്ചു വരുത്തി അവസാനമായിട്ട് അവൻ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ മരിച്ചുപോയില്ലേ, അതിനു മുമ്പ് അവനൊരു കവിതയായി എഴുതി എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. മാമ, അവസാന സമയത്ത് അച്ഛനെ കാണാനോ പറ്റിയില്ല. ഏറ്റവും കൂടുതൽ അച്ഛന് എന്നെയാണ് ഇഷ്ടം. എന്നെ കുറിച്ച് പറഞ്ഞ വാക്കൊന്ന് പറ മാമ. എയ്യടാ, അച്ഛൻ മരിക്കാൻ നേരത്ത് അച്ഛനെ നോക്കിയത് ഞാനാണ്. അച്ഛനെ പറ്റി പറഞ്ഞ വാക്കുകൾ ആ പേപ്പറിനകത്ത് അക്ഷര ശകലങ്ങളായിട്ടുണ്ട്. അതെനിക്ക് വേണ്ടി ഒന്ന് വായിച്ചു ബാബ. എന്റെ അച്ഛൻ മാമൻ വായിക്കാം. എന്റെ ചിരിത പെറ്റ മക്കളെ, അമ്മാ, പരതരം കാട്ടല്ലേ, എരുന്നതൊന്നു സ്വത്തിനായി പരതരം കാട്ടല്ലേ. ഡിങ്കിനക്കടി ഡിഷ്കിന, ഡിഷ്കിനക്കടി ഡിങ്കിന, ഡിങ്കിനക്കടി ഡിഷ്കിനക്കടി ഡിങ്കിനക്കടി ഡിഷ്കിന. ഇത് കൈന്നിട്ടല്ലേ? ഒരു മരിപ്പ് വീട്ടിൽ വന്ന് പറയണ കണ്ടോ, എന്റെ അച്ഛന്റെ ഡിങ്കി നക്കണ ഡിസ്കിനാണ്. നാണവുണ്ടോ? മരിക്കുന്നതിന് മുമ്പ് സദാശിവൻ എല്ലാ കാര്യങ്ങളും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾക്ക് ജോലി, എനിക്ക് ജോലി, എനിക്ക് ജോലി. ബാക്കിയുള്ളവർക്ക് ഇത് തരാൻ പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് ഇതോ? ഇത് തന്നു കഴിഞ്ഞാൽ മാമ എന്തോ ചെയ്യും? ഓ, ഞാൻ വയസ്സായില്ലടാ, ഇത് വെച്ച് ഞാനിനി എന്തോ ചെയ്യാൻ? മാമി, ആ മുറ്റത്തെടുക്കുന്ന ചാരി കസര ഒന്ന് എടുത്ത് മാറ്റണേ മാമി. മാമന് ഇനി അതിന്റെ ആവശ്യമില്ല. രണ്ടുപേർക്കും കൂടെ ഞാൻ ഒരു കാര്യം പറയാം. ഇതാരേറ്റെടുത്താലും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ലോകത്തിലാദ്യമായിട്ടാണ് മരുമക്കൾക്ക് വസ്തു എഴുതി കൊടുക്കുന്നതിന് പകരം പിന്നാമ്പുറം എഴുതി കൊടുക്കുന്നത്. പിന്നാമ്പുറോ? ഓ, പിന്നാമ്പുറം അല്ല എടാ, ഈ മണ്ണ് ഞാൻ തരുമെന്നാ പറഞ്ഞത്. ഓ, നേരത്തെ പറഞ്ഞ കാര്യം ഇല്ലെങ്കിൽ നമ്മൾ 2 പ്ലോട്ടായിട്ട് എടുത്താനെ. മാമ, വസ്തു എഴുതി കൊടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം തീരുമാനിക്കണം. എന്താണ്? ഇവനെ പണ്ടേ അച്ഛൻ ഇവിടുന്ന് പടിയടച്ച് പിണ്ടം വെച്ചാണ്. ആ പറഞ്ഞതിൽ തെറ്റുണ്ട്. എന്തോ തെറ്റി? പിണ്ടം സാധാരണ എവിടെയാണ് വെക്കുന്നത്? മുറ്റത്ത്. നീ ഇപ്പൊ എന്താണ് പറഞ്ഞത്? പടിയടച്ച് പിണ്ടം വെച്ചത്. പടി അടച്ച് പിണ്ടം വെച്ച്. എടാ, ഈ പടി അടച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പിണ്ടം മുറ്റത്ത് വെക്കും? പറ്റുമോ? ആ, അപ്പൊ നിന്റെ അച്ഛനാ തെറ്റ് പറ്റിയത്. നിന്റെ അച്ഛൻ ഇങ്ങനെ പറയണമായിരുന്നു, പിണ്ടം വെച്ച് പടി അടച്ചു. മാമൻ പറഞ്ഞതാണ് ശരി, അച്ഛൻ പറഞ്ഞത് തെറ്റ്. ബാക്കി കാര്യം പറ, ജോലിയുടെ കാര്യം പറ. ജോലി സദാശിവം പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മൂത്ത ചേച്ചി ശ്രീകുട്ടിക്ക് കൊടുക്കാൻ. പിന്നെ 45 ലക്ഷം രൂപ നമുക്ക് അതവളുടെ കല്യാണത്തിന് നിന്റെ അച്ഛൻ ഈ വസ്തു വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അതടയ്ക്കുന്നത് ആര്? അവർക്ക് ഈ വസ്തു സ്വന്തമാക്കാം. ഇന്നാ പിടിച്ചോ. ജ്യേഷ്ഠ, ചേട്ടൻ എന്ന് പറയുമ്പോൾ അമ്മയുടെ ഭർത്താവിന്റെ മൂത്ത മകൻ, അതായത് അച്ഛന്റെ സ്ഥാനമാണ്. അതുകൊണ്ട് ചേട്ടനത് പിടി. എനിക്കൊന്നും വേണ്ട. കയ്യിലെന്തോ പറ്റിമോ? കയ്യിലെന്തുവാ? എനിക്ക് വേണ്ട. പിടിയടാ. എനിക്ക് വേണ്ട. എടാ, ഇത് പിടിയടാ. എനിക്ക് വേണ്ടടാ. അച്ഛൻ പറഞ്ഞതാണ് ശരി. എന്നെ പണ്ടേ പടിക്കടച്ച് പിണ്ടം വെച്ചില്ലേ? ഞാൻ അച്ഛന്റെ മോനല്ല. എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല. ഞാനൊരു അനാഥനാ. പിന്നെ എനിക്ക് എന്തിനാ ഇത്? നീ വെച്ചോ. അത് പിടിയടാ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. മാമൻ ഇപ്പൊ ഇവരെ സഹിച്ചതല്ലേ? സഹിച്ചതല്ല, എനിക്ക് ഇപ്പോഴാണ് ഇവനെ ശരിക്കും സുഖിച്ചത്. നല്ലൊരു കൈഡി, നല്ല അടിപൊളി സ്കിറ്റ്. ഷാജൻ ചേട്ടാ. കിഷോബായ്, ശംഭു, സുധീഷേ, നന്നായിരുന്നു. നല്ല സ്കിറ്റായിരുന്നു. എന്താണ് നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ള ഒരു പരിപാടികളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ പറയുന്നത് പോലെ കിഷോർബായ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് പൊട്ടിച്ചിരിക്കുന്ന പരിപാടികളാണ് നമ്മൾ കണ്ട് പരിചയമുള്ളൂ. അപ്പൊ അത്രയും ലെവലിലോട്ട് വന്നില്ല എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ഒരു അഭിപ്രായം. കിഷോർബായുടെ എന്തെങ്കിലും ഒരു
ബോഡി ലാംഗ്വേജ് വെച്ചുള്ളൊരു പരിപാടികളെങ്കിലും എപ്പോഴും ഉണ്ടാവാറുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം അങ്ങോട്ട് മറ്റേ സൂയിക്കൽ മാത്രമേ വന്നുള്ളൂ. അതിനപ്പുറത്തേക്കിനൊരു ഒരു പൊട്ടിച്ചിരി പരിപാടികൾ ഫീൽ ചെയ്തില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം കുറെ പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. അല്ല, ഞങ്ങൾക്ക് ഒന്ന് ശംഭു ആശുപത്രിയിലായിരുന്നു. ഓ, ശമ്പം തെറ്റായിരുന്നു. ശംഭു യൂറിക് ആസിഡ് കൂടിയിട്ട് നടക്കാനൊന്നും വയ്യാതെ. അയ്യോ. അപ്പം മെനഞ്ഞാന്ന് രാവിലെയാണ് ശംഭു വരുന്നത്. ഓ, അത് ശരി. അപ്പം ഞങ്ങളുടെ കൂടെ സുധീഷിന് പകരം വേറെ ആളായിരുന്നു. അയാൾ ഇന്നലെ വൈകുന്നേരം ആയപ്പം അറ്റാക്ക് പോലെ വന്ന് ഹോസ്പിറ്റലായി. പിന്നെ ഇന്ന് രാവിലെയാണ് സുധീഷിനെ കിട്ടിയത്. അത് ശരി. ഒരവസ്ഥയായി പോയി. അപ്പൊ അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി നമുക്കല്ലേ. അത് കുഴപ്പമില്ല. ഇനിയിപ്പോ എന്തായാലും ഇപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഓക്കെ ആയിട്ടിരിക്കുന്നല്ലോ. ശംഭു എങ്ങനെ ഉണ്ട്? ഇപ്പൊ ശംഭുവിന്റെ അവസ്ഥ ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പം ആരോഗ്യമൊക്കെ നന്നായിട്ട് നോക്കണം കേട്ടോ. സാരമില്ല. അപ്പം നമുക്കത് മനസ്സിലാവും. അപ്പം അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ വന്ന് ഇങ്ങനെ ചെയ്യുന്നവരെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരുപാടൊന്നും പറയാത്തത്. ഓക്കെ, നെക്സ്റ്റ് ടൈം ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് വരട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക നല്ലതായിരുന്നു, കുഴപ്പമില്ല. ഈ അച്ഛൻ്റെ മാറ്ററിലേക്ക് വന്നപ്പോഴാണ് കുറച്ച് സീരിയസ് അങ്ങോട്ടായിപ്പോയത്. അവിടെ എല്ലാം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ ഒന്നും കൗണ്ടറുകൾ ഫില്ല് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ സാഹചര്യം ഇതായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു മൈൻഡിലേക്ക് പോയത് കൊണ്ടായിരിക്കും ഇത് കുറച്ച് മാറിപ്പോയതെന്ന് തോന്നുന്നു. ചിരിപ്പിക്കുന്നവരുടെ ഉള്ളിൽ ഒരുപാട് കരയിപ്പീരുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. എന്ന് പറഞ്ഞ പോലെ ഒരു സങ്കടം ഇതിലുണ്ട്. പക്ഷെ ആ സങ്കടം നമുക്ക് പേഴ്സണലായിട്ട് പറഞ്ഞ് സംസാരിച്ച് മനസ്സിലൊതുക്കാനേ പറ്റുള്ളൂ. പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുമ്പോൾ നമുക്ക് അവർക്ക് ചിരിയാണ് ആവശ്യം. അവരതിന് വേണ്ടിയിട്ടാണ് അത് വെക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ള ഒരു പോരായ്മ ഇതിന് ചിരിയുടെ ഭാഗത്തു നിന്നുണ്ടായി. സാരമില്ല, നിങ്ങൾ നല്ലവണ്ണം ചെയ്യുന്നവരാണ്, നിങ്ങൾ നല്ല കൗണ്ടറുകൾ ഉണ്ടാക്കുന്നവരാണ്, നല്ല പ്രൈസുമായിട്ട് പോയിട്ടുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് ഒന്ന് ട്രൈ ചെയ്യാം. തീർച്ചയായും ഈ പ്രാവശ്യം എന്തായാലും ഇങ്ങനെ അങ്ങ് പോട്ടെ. ഓക്കെ, അടുത്ത പ്രാവശ്യം അതിനുവേണ്ടി മെനക്കെടുക, നല്ല സ്കിറ്റുമായിട്ട് വീണ്ടും വരിക. തീർച്ചയായും. സുധീഷിന് നല്ലൊരു കൈഡിയ ഉണ്ട് കേട്ടോ. സുധീഷ് കാര്യം എത്ര പെട്ടെന്ന് ഒരു തീർച്ചയായിട്ടും അതൊരു ചെറിയ ക്യാരക്ടർ അല്ല. ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു മകന്റെ ക്യാരക്ടറാണ്. കുറേ ടൈമിങ് നോക്കി പെർഫോം ചെയ്യേണ്ട ഒരു വേഷമാണ് അല്ലേ. അതിനൊരു പ്രത്യേക ഐഡിയ ഉണ്ട് സുധീഷ്. താങ്ക് യു. പ്രചോദേട്ടാ, 3 പേരും ഈ പറഞ്ഞ പോലെ ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, പറന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ സ്കിറ്റുകൾ കണ്ട് മതിമറന്ന പ്രേക്ഷകരുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് സാഹചര്യം എന്താണെന്ന് മനസ്സിലായി. രാവിലെ തന്നെ വന്നപ്പോൾ ഞാൻ മാറ്റർ അറിഞ്ഞു. നിങ്ങൾ മാക്സിമം നന്നായിട്ട് കളിക്കാവുന്ന രീതിയിൽ കളിച്ചെടുത്തു എന്നുള്ള അതിനൊരു കൈയ്യടി തരണം. കാര്യം ഇത്രയും പ്രശ്നങ്ങളിൽ നിന്ന് ഇപ്പോൾ ശംഭു ഹോസ്പിറ്റലാണെന്നാണ് ഞാൻ ഇപ്പോഴും അറിയുന്നത് കേട്ടോ. അപ്പോൾ ശംഭുവിൻ്റെ അവസ്ഥ നിന്നുകൊണ്ട് തന്നെ അവർ വന്ന് നിങ്ങളൊരു 3 പേരും പെട്ടെന്നൊരു സെറ്റായി ഇത്രയും ചെയ്യാൻ സാധിച്ചു. അടുത്തതിൽ നമുക്ക് കൂടുതൽ ഗംഭീരമാക്കി ചെയ്യാം കേട്ടോ. അപ്പൊ ഈ പെർഫോമൻസിന്റെ മാർക്സ് നസീർക്ക? ഞാനൊരു 8000 രൂപ കൊടുക്കും. 8000 രൂപ. പ്രചോദേട്ടാ? ഞാനൊരു 8000 രൂപ. ടോട്ടൽ 16000 രൂപയായിട്ടുണ്ട്. ഷാജൻ ചേട്ടാ? ബാലൻസ് ടോട്ടൽ എമൗണ്ട് 35000 രൂപ. ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് അറിയാം. അടുത്ത പ്രാവശ്യം അടിപൊളിയാക്കിയാൽ മതി. തീർച്ചയായും. താങ്ക് യു സുധീഷ് ബ്രോ. ഇവരോട് പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റ് എല്ലാം ഡയറ്റ് നോക്കണം കേട്ടോ. ചേട്ടാ, അടുത്ത പ്രാവശ്യം. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ നമ്മുടെ ചെറിയ ഐറ്റങ്ങളാണ് പെർഫോം ചെയ്യാൻ വരുന്നത്. നീത കാർത്തിക ഉണ്ട്, ദേവി ലക്ഷ്മി ഉണ്ട്, സൈന്ധവ് ഉണ്ട്. ലെറ്റ്സ് വെൽക്കം. ഹലോ, ആരാണ്? പറഞ്ഞോളൂ. മംഗളം മാട്രിമോണി. ഞങ്ങള് കൊല്ലത്തിന്ന് സന്ധ്യയുടെ വീട്ടിൽ നിന്ന് വിളിക്കുവാണേ. മനസ്സിലായി. കമ്മീഷൻ കുറയ്ക്കണമെന്ന് പറയാനാണ് വിളിച്ചതെങ്കിൽ പറ്റില്ല. നല്ല പയ്യനാണ്. സ്വർണ്ണോ സ്ത്രീധനോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞതല്ലേ? കമ്മീഷൻ കുറയ്ക്കണമെന്ന് പറയാനല്ല വിളിച്ചത്. പിന്നെ നല്ല പയ്യനാന്ന് പറഞ്ഞില്ലേ ഒരു മുകുന്ദൻ മേനോൻ. എയർപോർട്ടിൽ നിന്ന് സ്വർണം കടത്തിയതിന് കസ്റ്റംസുകാർ പിടിച്ച് വാർത്തയിലൊക്കെ വരുന്നു. എന്നാ പിന്നെ നമുക്ക് വേറെ നോക്കാം. ഇതും കൂടെ ചേർത്ത് താൻ കൊണ്ടുവരുന്ന 9ാമത്തെ ആലോചനയാണ്. ഇനി താൻ ഒന്നും കൊണ്ടുവരണ്ട, തന്നെ നോക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. പെണ്ണിന്റെ അമ്മയാണ് പോലും. ഇത്രയും സംസ്കാരമില്ലാത്തൊരു വീട്ടിലോട്ട് ഞാൻ എങ്ങനെ ഒരു പയ്യനെ പറഞ്ഞേക്കും? നിങ്ങളാണെങ്കി വിടോ? ആഹാ, ഇവിടെ ഉണ്ടായിരുന്നാ? എന്റെ പൊന്നു നസീറക്ക, ഒന്നും വിചാരിക്കല്ലേ. ജീവേ പറഞ്ഞ അപ്പ പമ്പറ. അതുകൊണ്ടാണേ കല്യാണം കഴിഞ്ഞ പെണ്ണെ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് കാണണേ. ഇപ്പൊ കെട്ടിയേക്കുന്ന പെണ്ണില്ലേ, ഞാൻ എന്തൊക്കെ കള്ളം പറഞ്ഞാന്നറിയോ ആ കല്യാണം ഒന്ന് നടത്തിയത്? മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഉടനെ കമ്മീഷൻ തരാന്ന് പറഞ്ഞ ആളാ. കല്യാണം കഴിഞ്ഞതും എന്നെ പേടിച്ച് ഓഡിറ്റോറിയത്തിന്റെ അടുക്കള വഴി ഇറങ്ങി ഓടി. കമ്മീഷനോ തന്നില്ല. നന്നായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, അത് മതി. അതെ, മംഗളൻ മാട്രിമോണി അല്ലേ ഇത്? ഇതാണ്. എന്താണ്? പറഞ്ഞോളൂ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കല്യാണം നടത്തണം കേട്ടോ. അതിനാണല്ലോ നമ്മൾ ഈ സ്ഥാപനം തുറന്നു വെച്ചേക്കുന്നത്. ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞോ. അശ്വതി 22 വയസ്സ്. എഴുതിക്കോ. എത്ര? അശ്വതി 22. ഇതവിടെ സമ്മതിക്കത്തില്ല. കള്ളം പറഞ്ഞുള്ള ഒരു കല്യാണം ഞാൻ ഇവിടെ നടത്തത്തില്ല. നിങ്ങൾക്ക് നല്ല പ്രായമുണ്ടല്ലോ. കുട്ടി അടിച്ചോണ്ട് വന്നേക്കാം മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി. ശരിക്കുള്ള പ്രായം പറ, അതിന് പറ്റിയ ഒരാളെ തരാം. അയ്യോ, ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞത്, എന്റെ മോളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സോറി മാഡം. ഓക്കെ. പിന്നെ എന്റെ മോളെ കെട്ടാൻ പോകുന്നവന് നല്ല സൗന്ദര്യവും പഠിപ്പും ഒക്കെ വേണം.
ജോലി അത് ഡോക്ടർ തന്നെ ആയിരിക്കണം. അന്നേരം ഇച്ചിരി കമ്മീഷൻ കൂടും. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അതും പറഞ്ഞു ഒഴിഞ്ഞു മാറരുത്. അതൊക്കെ ഞാൻ തരാം. പിന്നെ ഞാൻ വന്നപ്പോഴേ ഫ്രണ്ടിൽ നിങ്ങളൊരു പരസ്യം ഇരിക്കുന്നുണ്ടല്ലോ, അതിലൊരു പയ്യനുണ്ടായിരുന്നു, നല്ല സുന്ദരനായ ഒരു പയ്യൻ. അതായാലും നല്ല അടിപൊളിയായിരിക്കും. ദൈവമേ, ദുൽഖർ സൽമാനെ ഞാൻ ഇനി വീണ്ടും കെട്ടിക്കണോ? മാഡം അയാളുടെ കല്യാണം കഴിഞ്ഞതാ. എങ്കിൽ പിന്നെ നിങ്ങൾ വേറെ നോക്കിക്കോ. പക്ഷെ ഇത്തിരി പെട്ടെന്ന് ആക്കണം, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതെ, ഇത് കല്യാണമാണ്, അല്ലാതെ പഫ്സ് അല്ല ഓവനിൽ വെച്ച് ചൂടാക്കി ഇങ്ങ് എടുക്കാൻ. പെണ്ണിന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു? പുള്ളി അങ്ങ് സ്റ്റേറ്റ്സിലാ. അപ്പൊ കലാകാരനാണല്ലേ? കലാകാരനാ? സ്റ്റേജിൽ എന്ന് പറഞ്ഞു. അയ്യോ, സ്റ്റേറ്റ്സിലാണെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങളെ ഡിവോഴ്സ് ആണ്. അയ്യോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ മാഡം. നമ്മൾ ഈ ഡോക്ടറിന്റെ വീട്ടിലൊക്കെ കല്യാണ ആലോചനയായിട്ട് പോകുമ്പോ ഈ പെണ്ണി നമ്മ ഡിവോഴ്സ് ആണെന്ന് പറയുമ്പോ അവർക്കൊരു താല്പര്യക്കുറവ് വരും. അതുകൊണ്ട് മാഡം തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. മോളിപ്പോ എന്തായാലും പഠിക്കുവാണല്ലോ, മോളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. നമുക്ക് മാഡത്തിന്റെ ഒരു കല്യാണം ആലോചിച്ചാലോ? എനിക്കോ? അത് ഇത്രയും പെട്ടെന്നൊക്കെ? അയ്യോ മാഡം, പെട്ടെന്നൊന്നും വേണ്ട, പതുക്കെ ആലോചിച്ചിട്ടൊക്കെ പറഞ്ഞാൽ മതി. മാഡത്തിന് അമ്മ നല്ല സൗന്ദര്യമുണ്ട്, അതിന് പറ്റിയ ആള് നമ്മുടെ കയ്യിലുണ്ട്. അതാകുമ്പോ മാഡത്തിന്റെ മോക്കൊരു അച്ഛനുമായി, മാഡത്തിന്റെ ഒരു ഭർത്താവായി, പിന്നെ വേറെ ഒരു ചോദ്യങ്ങളും കേൾക്കേണ്ടി വരില്ല. എന്നാലും മാഡം ഒരു എന്നാലും ഇല്ല, ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം. ദൈവമേ, ഇന്നാണ് ആ കൊച്ചു കുഞ്ഞു ചേട്ടന് പെണ്ണ് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് 25,000 രൂപ വാങ്ങിച്ചത്. അയാൾ വരുമ്പോ എങ്ങനെയെങ്കിലും ഇതിന് തലയിൽ കെട്ടി വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അയാൾ എന്നെ റബ്ബർ വെട്ടണ കണക്കൊക്കെ വെട്ടും. അതിനു മുമ്പ് ഇതിനെ കൂടെ പറഞ്ഞൊന്ന് സമ്മതിപ്പിച്ചെടുക്കണം. മാഡം, ഞാൻ ഒന്ന് നോക്കാൻ പോയതാണേ. നല്ലൊരു പയ്യൻ എന്റെ കസ്റ്റഡിയിലുണ്ട്. പുള്ളി എന്തോ ഷെയർ മാർക്കറ്റ് ഓർഡറാ, പിന്നെ ബിസിനസ് എന്തോ വലിയ ബിസിനസ്സാ. എന്തുകൊണ്ട് മാഡത്തിന് പറ്റിയത്? വേണോ? വേണം മാഡം, പുള്ളി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ ആരുമില്ലേ? അദ്ദേഹം വന്നിട്ടുണ്ട്. മാഡം ഒരു കാര്യം ചെയ്യും, അകത്തോട്ട് പോയിക്കോ, ഞാൻ വിളിക്കുമ്പോ വന്നാ മതിയേ. ഞാൻ ഫോൺ ഇവിടെ വെക്കുകയാണേ. ശരി ശരി. അയ്യോ സാർ, പെണ്ണൊക്കെ സെറ്റാണ്. സാർ എന്തായാലും ഒരുങ്ങി വന്നത് കാര്യമായി. പെണ്ണ് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ പെണ്ണിന് വൈകിട്ട് തിരിച്ചു പോണം. എയർ ഹോസ്റ്റസ് ആണ്, അപ്പൊ ഇച്ചിരി കമ്മീഷൻ കൂടും. ഒരുങ്ങിയ പോലുമില്ല. അതൊന്നും കുഴപ്പമില്ല, ആദ്യം പെണ്ണ് വന്നൊന്ന് കണ്ടു നോക്ക്. ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് കല്യാണത്തിന്റെ കാര്യം നോക്കിയാ പോരെ? ഞങ്ങളെ കൊച്ചിനെ ഒന്ന് വിളിച്ചേ. മാഡം വന്നോളൂ. അല്ല, നിങ്ങളിങ്ങനെ മുഖം കടിച്ച് മുഖത്ത് നോക്കാതിരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കാനാ? ഒന്ന് മുഖത്തോട്ട് നോക്ക്. ഇതാണോ താൻ പറഞ്ഞ ഷെയർ മാർക്കറ്റ് ഹോൾഡർ? എന്തല്ലേ? 100 രൂപ ഷെയർ കൊടുക്കാത്തോണ്ട് കൂട്ടാരം കുടിക്കാൻ കൊണ്ടുവല്ലെന്ന് പറഞ്ഞിട്ട് കിണറ്റി ചാടിയ ആളാ തോന്നിക്കണ. അതെങ്ങനെ നിങ്ങൾക്കറിയാം? പിന്നെ ഇയാളോടെ 20 കൊല്ലം ജീവിച്ച എനിക്ക് അറിഞ്ഞൂടായോ? ഭർത്താവിന്റെ പേര് ലിറ്റിൽ ബേബി എന്നല്ലേ പറഞ്ഞേ? അതിന്റെ മലയാളമാണ് കൊച്ചു കുഞ്ഞ് താണ്ടാ നിക്കണ്. ഇതാണ് താൻ പറഞ്ഞ ഇന്ന് വൈകിട്ട് ഫ്ലൈറ്റിൽ കയറാൻ വന്ന എയർ ഹോസ്റ്റസ്. അത് പിന്നെ കല്യാണം നടത്താൻ വേണ്ടി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇപ്പോഴും ഗൾഫാന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നവളല്ല അവള്. അങ്ങനെ താൻ കൂടുതലൊന്നും പറയണ്ട. നാനുണ്ടോ എനിക്ക് ഈ പ്രായത്തിൽ കേട്ടാൻ. ഇവൻ എന്റെ മുമ്പിൽ നാണിച്ച് കുണുങ്ങി വന്നിരുന്നത് റെസ്റ്റോറന്റിൽ ഓർഡർ എടുക്കാനല്ലേ. കമ്മീഷൻ കിട്ടുമെന്ന് വിചാരിച്ചതാ, ഇപ്പൊ ഒന്നും ഇല്ലാതായി. നിങ്ങളൊന്നും നിർത്തേ. നിങ്ങൾ ഇങ്ങനെ അടി വെച്ചോണ്ട് നടന്നാലേ നിങ്ങളുടെ മോക്ക് പറഞ്ഞ ആലോചനകളൊക്കെ ഇങ്ങനെ മുടങ്ങി പോകത്തേ ഉള്ളൂ. എനിക്ക് അതൊന്നും കേൾക്കണ്ട. മര്യാദക്ക് എന്റെ മോക്ക് ഒരു ഡോക്ടറെ കണ്ടുപിടിച്ച് കൊടുക്കണം. എനിക്ക് ഇയാളെ വേണ്ട. നിന്റെ മാത്രം മോളല്ലല്ലോ, എന്റെ കൂടെ മോളല്ലേ. അപ്പൊ എന്റെ മോക്ക് ഒരു കളക്ടറിനെ തന്നെ മതി. അയ്യോ, നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ഇങ്ങനെ രണ്ടുപേരുള്ള കുടുംബത്തിലോട്ട് ഇപ്പൊ വരും കളക്ടറും ഡോക്ടറും ഒക്കെ. നിങ്ങൾ ആദ്യം ഒന്ന് സമാധാനപ്പെടും. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് പിരിഞ്ഞതെന്ന് പറ. എന്തിനാണ് പിരിഞ്ഞെന്ന് അറിയണം അല്ലേ? ആ. ഞാൻ ഇത്തിരി മോഡേൺ ആവുന്ന ഇയാൾക്ക് ഇഷ്ടമല്ല. ഒടുക്കത്തെ സംശയം. പിന്നെ ഇയാൾ ഒട്ടും മോഡേൺ അല്ല. വീട്ടുകാര് പറയണ മാത്രമേ കേൾക്കത്തുള്ളൂ. അത് മോശം. ഭാര്യ പറയുന്നതും കേൾക്കണം. ഇങ്ങനെ വീട്ടുകാര് പറഞ്ഞു കേട്ടാണ് ഞാൻ വലിയൊരു അബദ്ധത്തിൽ ചെന്ന് വിട്ടത്. അതെന്ത് പറ്റി? എന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഭൂതനെ കെട്ടിയത്, അറിയാവോ? എന്നിട്ട് വീട്ടിൽ വന്ന് ആദ്യം കാണിച്ച് പണി എന്തോന്ന് അറിയാവോ? എന്തോന്ന്? പിക്കിങ്ങിന് കൊണ്ടുവന്നും പറഞ്ഞ് എന്റെ അച്ഛനെ വൃദ്ധശരീരത്തിൽ കൊണ്ടുവിട്ടെ. ആരോ എന്നെ വിളിക്കുന്നു കേട്ടോ. ഹലോ. അയ്യോ മാഡം, എന്ത് പറ്റി? ഞാനതെങ്ങനെ പറയും? മലയാളത്തിൽ പറഞ്ഞാൽ മതി. ചിലപ്പോ ഇംഗ്ലീഷിൽ പറഞ്ഞ പുള്ളിക്ക് മനസ്സിലായില്ലെങ്കിലോ അവസാനം ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അയ്യോ, എന്റെ മോള് അവള് സ്നേഹിച്ചവനോട് ഒളിച്ചോടി പോയി. ഒരച്ഛന്റെ രോഗം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവൂല. നിന്റെ വളർത്തു ദോഷം കൊണ്ടാണ് എന്റെ മോളിപ്പോ വേറൊരുത്തനോട് ഒളിച്ചോടി പോയത്. അങ്ങനൊന്നും നിങ്ങൾ പറയണ്ട. ഒരച്ഛന്റെ സ്ഥാനത്ത് നിങ്ങൾ വീട്ടിലില്ലാത്തോണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഒന്ന് മതിയാ
മതിയാക്ക്. എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു പക്ഷെ നിങ്ങൾ ഒരുമിച്ച് സ്നേഹത്തോടെ വീട്ടിൽ ജീവിച്ചിരുന്നെങ്കിൽ അത് കണ്ട് വളർന്ന് നിങ്ങളുടെ മോളിങ്ങനെ ഒളിച്ചോടില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരുമിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എന്ത് പറയുന്നു? എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതെ, നിങ്ങളൊന്ന് ഞാൻ പറയുന്നത് കേക്ക്. ഇതിപ്പോ ഇങ്ങനെ പോയി. വേറെ ഏതെങ്കിലും കുട്ടികളുണ്ടോ? ആ ഉണ്ട്, ഒരു ഇളയ മോളുണ്ട്. അപ്പൊ അതിന്റെ കല്യാണമെങ്കിലും നിങ്ങളെ ഇഷ്ടത്തിന് നടക്കണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ചേ മതിയാവും. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ആ മോളുടെ ഭാവിക്ക് വേണ്ടി കൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ചേ പറ്റൂ. ഇനി എന്ത് പറയുന്നു? ശരി, ഞാൻ ഒരുമിക്കാൻ തയ്യാറാണ്. ഞാനും തയ്യാറാണ്. പക്ഷെ ഇവളോട് പറയണം, ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞ അന്നേരത്തേക്ക് വീട്ടിലോട്ട് പോലെന്ന്. അതിന് നീ സത്യം ഉണ്ടോ? മരിച്ചുപോയ നിന്റെ അച്ഛനെ കുറിച്ച് സത്യം ഉണ്ടോ? ആ, അത് ചെയ്യണം. മരിച്ചുപോയ അച്ഛനാണ് സത്യം. ഇനി നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഞാൻ പോവത്തില്ല. എന്നാ പിന്നെ നിങ്ങൾ ഒരുമിച്ച് പോയിക്കോളൂ. ഇപ്പൊ കാര്യങ്ങളെല്ലാം ശരിയായില്ലേ? എന്നാലും നമ്മുടെ മോള് പോയി. അയ്യോ, അതിന് നിങ്ങളുടെ മോൾ ഒളിച്ചോടിയിട്ടില്ല. അപ്പൊ ഇല്ലേ? എല്ലാം ഈ ബുദ്ധിരാക്ഷസന്റെ പണിയല്ലേ? നമ്മൾ ഒരു വർഷമായില്ലേ പിരിഞ്ഞു നിന്നിട്ട്. ഇപ്പൊ ഞാൻ നിന്നെ ബോബനും മോളിലെ പട്ടി പുറകെ നടക്കുന്ന പോലെ ഞാൻ പുറകെ നടക്കുമായിരുന്നു. നിന്നെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഞാനും മോളും ഇയാളും കൂടെ ചേർത്തൊരു ഐഡിയ ആയിരുന്നടി ഇത്. ഓഹോ, അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ എന്നെ പറ്റിക്കായിരുന്നല്ലേ? ഞാൻ പോണ്. ആഹാ, നീ അച്ഛനെ കുറിച്ചാണ് സത്യമായിട്ട്. നിങ്ങളെയും കൊണ്ട് ഞാൻ വീട്ടിൽ പോണെന്നാ പറഞ്ഞ. കുഞ്ഞുങ്ങളവിടെ ഒറ്റയ്ക്കാ. അതെ, അപ്പൊ എന്റെ കമ്മീഷൻ അത് ഗൂഗിൾ പേ ചെയ്ത്. അപ്പൊ പിന്നെ ഓൾ ദ ബെസ്റ്റ്. മംഗളൻ മാട്രിമോണിക്ക് ഒരു നല്ല കൈഡി. നല്ല സ്കിറ്റ് ആയിരുന്നു കേട്ടോ. പ്രചോദേട്ടാ, നിത, ദേവലക്ഷ്മി, സൈന്ധവേ, നല്ല ബ്യൂട്ടിഫുൾ സ്കിറ്റ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ആദ്യം ഞാൻ കയ്യടി ഏറ്റവും കൂടുതൽ തരേണ്ടത് നിങ്ങളുടെ മേക്കപ്പ് എന്ന് പറയുന്നത് നല്ല രസമുണ്ട്. 3 പേരെയും കറക്റ്റ് ആപ്റ്റ് ക്യാരക്ടറായിട്ട് സ്വീകരിക്കുക കേട്ടോ. നിതയുടെ കണ്ടിട്ട്, നിതയുടെ വീട്ടിൽ അമ്മമാരും വല്ലതും ഉണ്ടോ ഇങ്ങനെ നെഞ്ചത്ത് പാൻറ്റിടുന്നത്? അല്ല, ഇത്ര കറക്റ്റായിട്ട് നെഞ്ചത്ത് പാൻറ്റിടുന്നത് എങ്ങനെ? അല്ലേ, നമ്മളെ ചില ആൾക്കാരെ അതിൽ കാണാറുണ്ട്. ഭയങ്കര പദവി ജോലിയൊക്കെ ആയിരിക്കും, പക്ഷെ നെഞ്ചത്ത് പാൻറ്റും കഴുത്ത ഒരു ടൈ അങ്ങനെ നിപ്പുണ്ട്. അത് കറക്റ്റാണ്. പിന്നെ അതുപോലെ എന്താ പറയുക, ഇതുപോലൊക്കെ ഒരുങ്ങി വന്നിട്ട് ഭയങ്കര ജാടയിലൊക്കെ സംസാരിക്കുന്ന ചില ആൾക്കാരുണ്ട് അല്ലേ? ഭയങ്കര ചാടയാണോ? ഇന്നത്തെ ഭയങ്കര ചാട. പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ട, അങ്ങനെയെങ്കിൽ പോകുന്നു. അതന്നെയല്ല, മറ്റേ വന്നു കഴിഞ്ഞാൽ ചേട്ടാ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്ന. ഇന്ന് വന്നിട്ട് ഹെയർ തന്നെ ഇന്ന് ഷൂട്ടിൽ 2-3 തവണ എന്തോ ചെയ്യിപ്പിച്ചു ഞാൻ അറിഞ്ഞു. അല്ലേ മോനെ? ചെയ്തു. ഗ്രൂമിങ്ങിനെ വിളിച്ച് കുറച്ചുകൂടി ചേട്ടി വരടാ. എന്തിന്റെ കേടായിരുന്നു. പക്ഷേ അവൻ അതിന്റെ വേദനകൾ മൊത്തം ഉൾക്കൊണ്ടാണ് സൈന്ധവ് കളിച്ചത്. കാര്യം അവൻ ഇന്ന് രാവിലെ ഇന്നലെ റിഹേഴ്സലിലൊക്കെ ഇവരെ ഒന്ന് നിർത്തിക്കാൻ വേണ്ട ആ കഷ്ടപ്പാട് മുഴുവൻ നിന്റെ പ്ലേയിലുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു 3 പേരും. ഇനിയും ഇതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് സ്കിറ്റ് കളിക്കുക കേട്ടോ. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. സഞ്ജേട്ടാ, നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. നന്നായിരുന്നു. കാര്യം നിങ്ങളൊരു സ്കിറ്റിന് റെഡിയായി വരുമ്പം തന്നെ അതിനകത്ത് എന്താണ് ഭയങ്കര പൊട്ടിച്ചിരികളുണ്ടോ, ഭയങ്കര തമാശ, ലോജിക്ക്, ഇതൊന്നുമല്ല. നിങ്ങൾ 3 പേര് നിന്ന് പെർഫോം ചെയ്യുന്ന കാണുന്നത് തന്നെ ഒരു ഭയങ്കര രസമാണ്. എനിക്ക് ദേവിക്കുട്ടിയോടാണ് ചോദിക്കാനുള്ളത്. വിവാഹ ജീവിതത്തിൽ ഭർത്താവാണോ ഭാര്യയാണോ ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട? ആർക്കാണ്? ആരാണോ? കല്യാണം കഴിച്ചിട്ടില്ല. അല്ല, എന്നാലും ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ലേഡി എന്നുള്ള നിലയ്ക്ക് ദേവിയുടെ ബുദ്ധി വെച്ചിട്ട് അതിനുള്ള ഉത്തരം പറയാൻ പറ്റും. ബുദ്ധി വെച്ചിട്ട് അതിനുള്ള ഉത്തരം പറയാൻ പറ്റും. പറഞ്ഞു. വീട്ടിന്റെ ചെലവൊക്കെ പോകുന്നത് നോക്കുമ്പോ ആണുങ്ങൾക്ക് മുഖ്യം. സാധനമായി കഴിക്കാൻ നോക്കുമ്പോ പെണ്ണുങ്ങൾ ഞാൻ ചോദിച്ചത്. ദേവിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? ഒരുപാടുണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് ഗീ റോസ്റ്റ് സദ്യ കഴിക്കാനും ഇഷ്ടമാണ്. പിന്നെ അവിടെ കുറെ റൈസ് ഉണ്ടല്ലോ, തക്കാളി റൈസ്. ബിരിയാണി ഇഷ്ടമാണോ? അതെ. ഡിന്നർ ഏതാ ഇഷ്ടം? അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. എന്ത് കൊടുത്താലും തിന്നും. എന്തായാലും കൊള്ളാം. ഈ പറയുന്ന പോലെ സ്കിറ്റ് വളരെ രസമായിരുന്നു. ദേവിമോളെ, വിവാഹ ജീവിതത്തിൽ 2 പേരും എപ്പോഴും ഈക്വൽ ആയിരിക്കണം. എന്തിന്റെ കാര്യത്തിലാണെങ്കിലും, അത് ഫുഡിന്റെ ആണെങ്കിലും ചെലവിന്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും 2 പേരും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി ആര് ചോദിച്ചാലും ഇങ്ങനെ പറയാം കേട്ടോ. ഓക്കെ, നന്നായിരുന്നു. ഇനി ഒരുപാട് പൊട്ടിച്ചിട്ടുള്ളതായിട്ട് നെക്സ്റ്റ് ടൈം വരണം. ഓക്കെ, ഓൾ ദി വെരി. താങ്ക് യു ചേട്ടാ. നസീർക്ക, എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി. നമ്മൾ ഈ ഷോയ്ക്ക് വരുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ വൃത്തിയായി നടക്കുന്നില്ലേ? ഇപ്പോഴും ക്ലാസ്സിൽ 3 പേരും ഫസ്റ്റ് തന്നെ അല്ലേ? സൈന്ധവേ അനക്കമില്ലല്ലോടാ.
കരയാട്ടിന് മാത്രമേ ഉള്ളൂ. അല്ല, അതിന് മുടക്കം വരുത്തരുത് കേട്ടോ. സ്കൂളിൽ പോകുന്ന കാര്യത്തിലും പഠിക്കുന്ന കാര്യത്തിലും ഒന്നും മുടക്കം വരുത്തരുത്. ആ കൂടെ ഇതും കൂടെ ആകാം. പിന്നെ സ്കിറ്റ് നന്നായിരുന്നു, 3 പേരും നല്ല രസമായിരുന്നു. താങ്ക് യു. നിങ്ങൾ നല്ല 3 ആർട്ടിസ്റ്റുകളാണ്, വെടിയും പുക ആർട്ടിസ്റ്റുകളാണ്. ഇവിടെയുള്ള പിള്ളേർ സെറ്റിൽ എടുത്തു പറയേണ്ട 3 പേരാണ് നിങ്ങൾ. നമുക്ക് കുറച്ചുകൂടെ ചിരിക്കാനുള്ളത് വേണം, അത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ശരിയാക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു നസീർക്ക. ഈ സ്കിറ്റിന്റെ മൊത്തത്തിലുള്ള മാർക്ക് ഷാജൻ ചേട്ടാ? ഞാൻ ഇവർക്കൊരു 10,000 രൂപ കൊടുക്കും. ആഹാ, 10,000 രൂപ. നസീർക്ക? ഞാനൊരു 2,000 രൂപ കുറയ്ക്കുകയാണ്, അതിൽ ഒരു 8,000 രൂപ. അപ്പൊ ടോട്ടൽ 18 രൂപ, 18,000 രൂപ ആയിട്ടുണ്ട്. പറഞ്ഞു ചേട്ടാ? ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം. ആ ഓക്കെ, ടോട്ടൽ എമൗണ്ട് 25,000 രൂപ. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം വന്നിട്ട് നമുക്ക് 50, 75 ഒക്കെ വാങ്ങിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ. അടുത്ത ചെറുതുകളുടെ ടീമാണ് പെർഫോം ചെയ്യാൻ വരുന്നത്. വിളിക്ക്. അനിരുദ്ധ്, അനന്യ, അനോഷ്മ. ലെറ്റ്സ് വെൽക്കം. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവെയിൽ പാട ഞാനേ ഇപ്പൊ വരാമേ. ഓ, അമ്മ പഴയ പോലെ ഒന്നുമല്ല, ഒരുപാട് ക്ഷീണിച്ചു പോയി. എന്തൊരു പറയാ മക്കളെ, വയസ്സായില്ലേ? നിന്റെ പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത് എത്ര നാളായി കണ്ടിട്ട്. ഓ, ഞാൻ വരാൻ നേരത്തെ ഇറങ്ങി ഇന്ന് തന്നെ, പിന്നെ ഞാൻ കൊണ്ടുവന്നില്ല. അവൻ ജോലിക്കൊക്കെ പോണണ്ടാ? ജോലിക്ക് പോണെന്ന് പറഞ്ഞിട്ട് എന്തൊരു ചെയ്യാനമ്മ? വീട്ടിലെ ലോണ്, കറണ്ട് ബില്ല്, പിള്ളേരുടെ ഫീസ്, ഇതെല്ലാം ഒറ്റ ചെലവിലല്ലേ പോണത്. നീ വിഷമിക്കാതെ ഇങ്ങോട്ട് എണീച്ച് വന്ന. അമ്മ, ഓ വരൺ. എന്തൊരു പറ്റി? ഇപ്രാവശ്യം 25 കിലോ അരിയെ കിട്ടിയുള്ളൂ. ആകെ 25 കിലോ അരിയേ ഉള്ളൂ, അതാണ് നിന്റെ തല ഇരിക്കണത്. ഓ, അമ്മയ്ക്കുള്ള 1/4 കിലോ ഗോതമ്പ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ. 1/4 കിലോ ഗോതമ്പ് കോഴിയാടാ. ചേട്ടന് നാണം ഇല്ല ഏട്ടാ? എന്തൊരു നാണം? എന്റെ അമ്മ റേഷൻ കാർഡ് എന്ന് പറയണതേ എന്റെ കൂടെ തന്നെ, അതുകൊണ്ട് അതിലുള്ള അരി എനിക്കും കൂടെ അവകാശപ്പെട്ടത് തന്നെ. അങ്ങനെ ഇപ്പൊ എന്റെ അമ്മേരെ വീതം ഒറ്റയ്ക്ക് എടുക്കണം, എനിക്കും വേണം. ആർക്കും വേണ്ടാത്ത ഈ പുഴുക്കല്ലരി എന്തിനടി നിനക്ക്? ആർക്കും വേണ്ടായിരിക്കും, പക്ഷെ എനിക്ക് വേണം. അയ്യോ, ഇരിക്കുന്നു, എടുത്തോണ്ട് പോ. 2 കിലോ എടുത്തിട്ട് ബാക്കി തന്നേക്കണം കേട്ടാ. അമ്മ, എന്തിനു പറ്റി? ഇപ്രാവശ്യം മണ്ണെണ്ണ കിട്ടിയില്ലേ? അത് ഞാൻ അങ്ങെടുത്ത് കുടിച്ച്. അതെ, കാലം കഴിഞ്ഞ കോമഡി അടിച്ചാൽ നോട്ട് ചെയ്യാനിവിടെ വേറെ ആൾക്കാരുണ്ട്. നിനക്കത് പഴയതായിരിക്കും, പക്ഷെ അവർക്കിത് ഫ്രഷ് ആണ്. എന്തായാലും കൊള്ളാം. പിന്നെ നമ്മളാ ഓണക്കിറ്റിന് കിട്ടിയ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ചീത്താവണ്. അമ്മ ഇതൊന്നും ശ്രദ്ധിക്കണില്ല. എനിക്കറിയാം അതിലെന്തൊക്കെ ഉണ്ടെന്ന് നിനക്കറിയാമോ? അരി ഉണ്ടായിരുന്നു, പഞ്ചസാര ഉണ്ടായിരുന്നു, മുളക് പൊടി ഉണ്ടായിരുന്നു, മല്ലിപ്പൊടി ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പായസത്തിന്റെ കിറ്റില്ലേ, അതും ഉണ്ടായിരുന്നു. ആ സാധനങ്ങള് ഇവനും ഇവളും എടുത്തിട്ട് ആർക്കും വേണ്ടാത്ത ഏലക്ക എനിക്ക്. അപ്പൊ ഞാൻ എന്തൊരു ചെയ്യാനടാ? ആർക്കും വേണ്ടാത്ത ഏലക്കായോ? ഈ ഏലക്കും കുരുമുളകിനും ഗ്രാമ്പൂവിനൊക്കെ വേണ്ടിയാണ് ഇംഗ്ലണ്ടിൽ നിന്ന് വെള്ളക്കാർ ഇന്ത്യ വരെ വന്നത്. അയ്യോ, അപ്പൊ എത്ര രൂപ പെട്രോൾ അടിച്ചാണ്? എന്തോത്തിന്? അല്ല, ഇംഗ്ലണ്ടിൽ നിന്ന് ഇതുവരെ വെള്ളക്കാർ വന്നില്ലേ? 10ാം ക്ലാസ് ഇതുവരെ പാസ്സായില്ലല്ലോ. എങ്ങനെ പാസ്സാവാന്? വെള്ളക്കാരല്ല, ബ്രിട്ടീഷുകാരെ കാര്യാ പറഞ്ഞത്. മക്കളെ, അമ്മ ജീവിക്കണത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾ അതല്ലേ എടുത്തോ. പിന്നെ അമ്മ, ശ്രീജ പറഞ്ഞേ, എന്റെ ഭാര്യ ശ്രീജ, അടുത്ത വട്ടം ചെല്ലുമ്പം അമ്മയും കൂടെ കൊണ്ടുപോകണമെന്ന്. പിന്നെന്തിനാ വരാല്ല? ഓ, അപ്പഴേ അവൾ കഴിക്കുമ്പോ വരെ അമ്മ ആലോചിക്കും. അവൾക്ക് എന്റെ അടുത്ത് ഇത്രയ്ക്ക് സ്നേഹമാടാ. സ്നേഹം കൊണ്ടല്ല, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ആ പാത്രം കടി വെച്ചേനല്ല. ഈ ശ്രീജയുടെ അമ്മയ്ക്ക് കഷായത്തിന്റെ സ്മെല്ലൊന്നും പറഞ്ഞു വിട്ടത്. അതിന്റെ കുറ്റബോധം അവൾക്ക് ഇപ്പോഴും ഉണ്ടമ്മ. എടി, നിനക്ക് എന്തിരടി നിനക്ക്? എടി, അമ്മ 2 ദിവസം ഗവൺമെന്റ് ആശുപത്രി കിടന്നപ്പോഴേ നീ ഒന്നും ഇല്ലായിരുന്നു നോക്കാൻ. എന്റെ ശ്രീജയാണമ്മേ നോക്കിയത്, അറിയാമോ? അത് അമ്മേനുള്ള സ്നേഹം കൊണ്ടല്ല, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന മുട്ടയ്ക്കും പാലിന് വേണ്ടിയാണ്. നിർത്തോ, എപ്പ നോക്കിയാലും കീരിയും പാമ്പും പോലെയാണ് ഈ 2 എണ്ണം. സമാധാനം തരൂല. അല്ലെങ്കിൽ അവക്ക് നമ്മളെയൊന്നും വേണ്ടല്ലമ്മ. കുഞ്ഞേ, എന്റെ കൊച്ചണിച്ചത്തിക്ക് വേണ്ടി എന്റെ എല്ലാ കളിപ്പാട്ടങ്ങളും ഞാൻ കൊടുക്കുമായിരുന്നു. എനിക്ക് എന്ത് കിട്ടിയാലും അതിന്റെ പാതി എന്റെ കുഞ്ഞണിച്ചത്തിക്ക് വേണ്ടി ഞാൻ മാറ്റി വെക്കുമായിരുന്നു അമ്മ. ഒരു പാവക്കുട്ടി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ തല എനിക്ക് ഉടനെ ചേട്ടൻ. മനസ്സിലായില്ലല്ലേ? ചേട്ട കളിച്ച് നശിപ്പിച്ച കളിപ്പാട്ട ഫുള്ള് എനിക്ക്, എന്നിട്ട് എനിക്ക് പുതിയത് കിട്ടുമ്പോ അത് ഫുള്ള് ചേട്ടനും. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞപ്പോ നമ്മളെയൊന്നും വേണ്ടല്ലോ. മക്കളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തിനാ? നല്ല ആശുപത്രി പോയോ?
പോയപ്പം ഡോക്ടർ പറഞ്ഞ് മുട്ടിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഉയ്യോ, നിന്റെ അമ്മ എന്താ എന്റെ അടുത്ത് പറയാത്തത്? എന്റെ അമ്മയുടെ ഓപ്പറേഷൻ ഞാൻ നടത്തും. അതിന് ഇനി ആര് തടസ്സം നിന്നാലും എത്ര രൂപയായാലും എനിക്ക് ഒരു പ്രശ്നമില്ലമ്മ. അമ്മ പറ. ഈ പേരും പറഞ്ഞ് അമ്മയുടെ പൈസ ഫുൾ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ്. ഒരുമാതിരി വർത്താനം പറയില്ല ഇടത്തില്. എന്റെ അമ്മയുടെ ഓപ്പറേഷൻ നടത്താൻ എനിക്കറിയാം. ഞാൻ കൊണ്ടുപോവാ എന്നെ. ചെന്ന് കയറി കൊടുക്കല്ലേ അമ്മ. കിഡ്നി വരെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന വാർത്തയ. അനാവശ്യം പറയില്ലേട്ടാ. ഓ പിന്നെ അമ്മക്ക് കേൾവിക്കുറവായോണ്ട് ഇയർബഡ്സ് വെക്കാൻ പറഞ്ഞു. അപ്പൊ ഇവൾ അമ്മേരെ 10,000 രൂപ മേടിച്ചിട്ട് പറഞ്ഞു ഞാൻ തരാം അമ്മയ്ക്ക് ഇയർബഡ്സ് എന്ന്. എന്നിട്ട് 150 രൂപയുടെ ഹെഡ്സെറ്റ് മേടിച്ച് അതിന്റെ വയറ് കട്ടി അമ്മയ്ക്ക് കൊണ്ടുകൊടുത്ത മോളല്ലേടി നീ. അത്രയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ പൊന്നെ, എന്റെ അച്ഛൻ എന്ത് പാവമായിരുന്നു. അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ റീസൈക്കിൾ ഷോപ്പ് ഞാൻ ഇവളെ പേരിൽ എഴുതി കൊടുത്തില്ലേ. അത് എന്റെ വീതമായിരുന്നു അറിയാമോ. റീസൈക്കിൾ ഷോപ്പ് ആക്രി കട, അത് മതി. മക്കളെ, ഒരു കാര്യം കൂടി പറയാറുണ്ട്. അച്ഛൻ മരിച്ചിട്ട് 10 വർഷം ആവാറായില്ല. അതുകൊണ്ട് അച്ഛന്റെ പേരിൽ ഒരു പ്രതിമ അങ്ങ് പണിഞ്ഞാല. ജീവിച്ചിരുന്നപ്പോഴേ അച്ഛൻ അമ്മേരെ മുന്നിൽ ഒരു പ്രതിമയായിരുന്നു. ഒരു പ്രതിമയാക്കണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടാ. അമ്മ പറയണ കേട്ടാ തോന്നും അച്ഛൻ ഏതോ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. തേങ്ങ ഇടാൻ തെങ്ങയ്ക്കറിയപ്പം കൈ സ്ലിപ്പായി തൊട ഒരഞ്ഞ് താട വീണ് ചത്ത എന്റെ അച്ഛന്റെ പേര് പ്രതിമ വെച്ച നാട്ടുകാരനെ കളിയാക്കി കൊല്ലും. പിന്നെ ഞാൻ ഇവിടെ കാടൊക്കെ വൃത്തിയാക്കാനായിട്ട് ഒരാളെ പറഞ്ഞു വിടാം കേട്ടാ. നാളെ തന്നെ ഞാൻ അടുക്കളയൊക്കെ വൃത്തിയാക്കാൻ ഒരാളെ പറഞ്ഞു വിടാം. ഓ ശരിയമ്മ. അപ്പൊ നമ്മൾ ഇറങ്ങണ്ട. പിന്നെ കാല് കുഴമ്പൊക്കെ ഇടണം. കറക്റ്റ് ആയിട്ട് മരുന്നൊക്കെ തിന്നണം കേട്ടാ. മരുന്ന് കഴിക്കാനൊന്നും മറന്നു പോവല്ലേ. ഇത് കറക്റ്റ് കഴിക്കണം. ആ ഓ ശരിയമ്മ. ശരി അമ്മ, ഇറങ്ങണ്ട. ഇറങ്ങട്ടാ. അല്ലേ അമ്മ ഇറങ്ങട്ടാ. അതാണ് മനസ്സിലായത്. ഞാൻ അവിടെ നില്ലേ. ഇത് നിനക്കുള്ളത്, ഇത് നിനക്കുള്ളത്. എന്നാ ചെല്ലെന്റെ 2 മക്കളും. ശരിയമ്മ, നമ്മൾ പോയിട്ട് വരാം. വാ വാ വാ. അയ്യോ എന്റെ പൊന്നേ. നിങ്ങൾ വിചാരിക്കും എനിക്ക് ഈ 2 മക്കളെ കിട്ടിയത് പുണ്യാണെന്ന്. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 10 വർഷം ആവാറായി. ഇത് ഈ 2 ഇപ്പൊ ഇവിടെ വന്നതേ ഇന്ന് എനിക്ക് പെൻഷൻ കിട്ടണ ദിവസമായോണ്ടാണ്. എന്തൊരു പറയാൻ. ഇനി ഞാനും ഈ പൈസയും മാത്രമേ ഉള്ളൂ. പെൻഷൻ കിട്ടണ വരെ ഇതും കൊണ്ട് എങ്ങനെയെങ്കിലും പോണം. അമ്മ പോണ്ട വരണ. അമ്മ കയ്യിൽ ചേഞ്ച് ഉണ്ടോ അമ്മ? നീ തന്ന ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ തന്നതാ ഇവിടെ. ആ കിട്ടി 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 കിട്ടി. അമ്മ ഓട്ടോക്കാരന് കൊടുക്കാമ്മ. ഞാൻ ഇതൊരു 300 രൂപ എടുക്കുകയാണേ. ബാക്കി ഇതാ 200 രൂപ ഉണ്ട്. ഇതാ വച്ചോ അമ്മ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇന്നലെ അമ്മേരയിൽ 10,000 രൂപയാണ് പെൻഷൻ വന്നത്. എത്ര രൂപയുണ്ട്? 200. അമ്മക്ക് പൈസക്കൊന്നും ഒരു വിലയില്ല. ഇനി ഇങ്ങനെ പൈസ ദൂർത്തടിച്ച് കളയരുത് കേട്ടോ. ഒരു നല്ല കൈയടി. നല്ല സ്കിറ്റായിരുന്നു കേട്ടോ ഷാജോൻ ചേട്ടാ. നന്നായിരുന്നു കേട്ടോ. നല്ല സ്കിറ്റായിരുന്നു. 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. അടിപൊളിയായിരുന്നു. അനന്യ മോളെ മോണോ ആക്ട് ഒക്കെ ചെയ്യുന്നതാണോ സ്കൂളിൽ? ആണല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റൈലൊക്കെ ഉള്ളതുകൊണ്ട് ഈ അമ്മൂമ്മയുടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കിട്ടിയല്ലേ. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ബാക്കി 2 പേരും നന്നായിരുന്നു. പിന്നെ തമാശ ഈ പറഞ്ഞ ഒരു വലിയ പൊട്ടിച്ചിരിയും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ക്യൂട്ട് ഫീൽ ചെയ്യും. ഭയങ്കര ക്യൂട്ട്നെസ് ഉണ്ട്. അത് തന്നെ വലിയ രസമാണ്. മനസ്സിലായത്. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നതും ഒക്കെ. അപ്പം നെക്സ്റ്റ് ടൈം വരുമ്പം കുറേ കൂടി പൊട്ടിച്ചിരികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. നസീർക്ക നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. 3 പേരും ഗംഭീരമായിരുന്നു. ഇപ്പം നമ്മുടെ ഈ ഫ്ലോറിൽ പിള്ളേരങ്ങ് കസർത്ത് കാണും, ചലക്ക് കാണാം. ഒരു രക്ഷയില്ല. നല്ല നല്ല സബ്ജക്റ്റുകളാണ് അവർക്ക് കിട്ടുന്നതും അവരത് മനോഹരമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ചിരിയൊന്നും ഇല്ലെങ്കിൽ പോലും കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ഒരു 7 അഴകെന്നൊക്കെ പറയല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങൾ വന്ന് ചെയ്യുമ്പോൾ. ഇത് കൊള്ളായിരുന്നു. ചിരിക്കാനൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു മാറ്റർ ആയിരുന്നു. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെയൊക്കെ ചിരിയായിട്ട് വീണ്ടും വരിക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രചോദേട്ടാ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല വൃത്തിയായിരുന്നു നിങ്ങൾ സ്കിറ്റ് കളിച്ചത്. അതായത് നമുക്ക് കണ്ടിരിക്കുമ്പം ഇത് നല്ല രസമാണെന്ന് ആരും നോക്കി പോകുന്ന, ആരും കണ്ടിരിക്കുന്ന ഒരു മനോഹരമായ സ്കിറ്റ് നല്ല രീതിയിൽ കളിച്ചു എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ചില കൗണ്ടറുകൾ വരുമ്പോൾ 3-4 കൗണ്ടറുകൾ പൊട്ടിച്ചിരിക്കാൻ പാകത്തിലുള്ള കൗണ്ടറുകൾ ഉണ്ടായിരുന്നു.
അത് സാധാരണ നമ്മൾ കളിക്കുമ്പോൾ ചിലപ്പോൾ സ്പീഡ് കൂടി പോകാം, ചിലപ്പോൾ ധൃതി കൂടി പോകാം, ചിലപ്പോൾ ടെൻഷൻ ആവാം. ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ കൗണ്ടറുകളൊക്കെ നല്ല കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവന്റെ ലാസ്റ്റത്തെ അടി കൊണ്ടുള്ള വീഴ്ച അത് ഉഗ്രനായിരുന്നു കേട്ടോ മോനെ. പിന്നെ ഷാജോണെ, ഈ അനിരുദ്ധിനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ഇവിടെ എത്ര ദിവസം, 2 ദിവസം ഷൂട്ടും 4 ദിവസം ഗ്രൂമിങ്ങും ആണ്. നീ ഒരു ദിവസം പോലും സ്കൂളിൽ ചെല്ലുന്നില്ല എന്നൊരു കംപ്ലൈന്റ്. സ്കൂളിലെ മാവേലിയാണ് നമ്മൾ അറിഞ്ഞു. നീ ഇവിടെ ഒരു 6 ദിവസം ഇത്ര ഇതുണ്ട്, എല്ലാ ദിവസം പോകാതിരിക്കട്ടെ. ഇവിടെ നടക്കി വിളിച്ച് അന്വേഷിക്കാൻ ആൾക്കാരുണ്ട്. പിന്നെ ഇത് തുടങ്ങി കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് സീരിയൽ കിട്ടി തുടങ്ങി. ഞാൻ സീരിയലിന് പോവാറുണ്ട് ഇപ്പം. അതിന് ഫ്ലവേഴ്സ് ടിവിക്ക് നല്ലൊരു നന്ദിയുണ്ട്. ആ ഗ്യാപ്പിൽ പറയുമ്പോ ആ വള്ളി പിടിച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഫ്ലവേഴ്സ് ടിവിക്ക് നന്ദി പറഞ്ഞല്ലോ, ഇനിയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അത് നീ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടേ പോകുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ സ്കൂളിൽ ഞങ്ങൾ വിളിച്ചു ചോദിക്കുക എവിടെ പോകുന്നു, എത്ര മാർക്കുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇവിടെ പിള്ളേരെ. അല്ലേ, സ്കൂളിൽ എനിക്ക് ക്ലാസ് ഫസ്റ്റ്, സ്കൂൾ ഫസ്റ്റ്, ക്ലാസ് ലീഡർ അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ കുഴപ്പമില്ല. ടീച്ചർമാരൊന്നും നിങ്ങൾ ഇതെല്ലാം ടെലികാസ്റ്റ് ചെയ്ത വിളിച്ചു പറയുമ്പോ ഓർത്തോണം. വിളിച്ചു എനിക്ക് ഒരു പ്രശ്നമില്ല, കാര്യം ഞാൻ നന്നായിട്ട് പഠിക്കുന്നു. സ്കൂളിൽ പോകാറില്ലല്ലോ. സ്കൂളിൽ ഇതൊക്കെ ഇപ്പോഴും നീയാണോ ക്ലാസ് ലീഡർ എന്നുള്ളത് വിളിച്ചന്വേഷിച്ച കാര്യം. നീ പോകാറില്ലല്ലോ. അത് അന്വേഷിച്ച് നോക്കണം. നിന്നെ മാറ്റി ക്ലാസ് ലീഡർ. കാര്യം സ്ഥിരം വരുന്ന ഒരാളെ വേണം അവിടെ. വിളിച്ചു ചോദിക്കണം. ഓക്കെ, അപ്പൊ ഇതൊന്നും ബാധിക്കാത്ത ഒരാൾ നിൽക്കണം. അനന്യ സ്കൂൾ ഏതാന്ന് പോലും അറിയാൻ നിൽക്കുന്നു. ഞാൻ 2 ഷെഡ്യൂളിന് വന്നില്ല. ആണോ? ക്ലാസ് ഫസ്റ്റ് പിന്നെ സ്കിറ്റ് കഴിഞ്ഞിട്ട് കൂട്ടുകാരൊക്കെ ഇപ്പൊ കണ്ടെന്ന് പറഞ്ഞായിരുന്നോ? നീ മക്കള് പറയടാ. അനോഷ്മ പറ, സ്കൂളിലൊക്കെ എന്താ വിശേഷം? സ്കൂളിലൊക്കെ വേറെ വിശേഷമൊന്നുമില്ല. വേറെ വിശേഷമൊന്നുമില്ല. ഇങ്ങനെ എല്ലാവരും പോകുന്നു. അനോഷ്മ കൈ വെച്ചിരിക്കുന്നു. സ്കൂളിൽ നിന്നും വേറെ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ പോണ്. ഫ്ലെക്സ് ഒക്കെ വെച്ചു സ്കൂളില്. ചേച്ചി അതൊരു വിശേഷമല്ലേ? അനോഷ്മയുടെ സ്കൂളിന്റെ മുമ്പിൽ അനോഷ്മയുടെ ഫ്ലക്സ് വെച്ചു. അനോഷ്മ എത്ര ചെലവായിരുന്നു അതിന്? എനിക്കൊന്നും ചെലവായില്ല. എന്ത് ഫ്ലക്സിൽ എഴുതിയേക്കുന്നത് എന്താ? ഫ്ലെക്സില് ഫ്ലവേഴ്സ് ചാനലിൽ മുന്നേറിക്കൊണ്ട് നിൽക്കുന്ന നമ്മുടെ നാടിന്റെ മുത്തായ അഭിവാദ്യങ്ങൾ, വിജയാശംസകൾ, അഭിമാനങ്ങൾ, അപ്പൊ ഒരു നല്ല കൈ, അഭിനന്ദനങ്ങൾ. അനോഷ്മയ്ക്ക് ഒരു നല്ല കൈഡി. അനിരുദ്ധത്തെ കണ്ടുപിടിക്കണം. ഞാൻ ഇത് തുടങ്ങിയപ്പോ ഫ്ലക്സ് ഒക്കെ വെച്ചു. എന്റെ നാട്ടിൽ ഫ്ലക്സ് ഒക്കെ വെച്ചു. എടാ എന്താ വെച്ചത് ഈ വീട്ടില്? ഫ്ലെക്സ്. ഓക്കെ, അപ്പൊ എല്ലാരും ഞാൻ അടുത്ത അനിമോൾ ഒരു ഫ്ലക്സ് വെക്കണം കേട്ടോ. പറ്റിയില്ല ഫ്ലഷ് വെച്ചാലും മതി. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്ക് കൊടുക്കാം. മാർക്ക് ഇങ്ങോട്ടാ തരണ്ട. ഞാൻ 7 മാർക്ക് തന്നു. എത്ര മാർക്ക് കൊടുത്തു? 7 മാർക്ക്. 7000 രൂപ. ഞാനും അങ്ങനെ തന്നെ 7000 രൂപ. ടോട്ടൽ 14000 രൂപ ആയിട്ടുണ്ട്. അപ്പൊ എന്റെ മകൻ ഫ്ലക്സ് അവിടെ ഫ്ലക്സ്. ഓക്കെ, 25,000 രൂപയുണ്ട്. 5000 രൂപ നിങ്ങളുടെ ഫ്ലെക്സിന്റെ വകുപ്പിലേക്ക് മാറ്റി വെച്ചോ. എന്നിട്ട് അടുത്ത പ്രാവശ്യം ഉഗ്ര സ്കിറ്റ് ആയിട്ട് പോവാം. ഓക്കെ, സ്കൂളിൽ എല്ലാവരോടും ഞങ്ങൾ അന്വേഷണം വേണം. ഓക്കെ, ഫ്ലഷ്. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒറ്റയ്ക്ക് വരുന്ന മോൺസ്റ്ററിന്റെ സമയമാണ്. കുറെ ആയല്ലോ വന്നിട്ട്. കുറെ നമ്മളൊരു നല്ല അടിപൊളി സ്റ്റാൻഡപ്പ് കണ്ടിട്ട് കുറെ ആയി. പക്ഷെ ഈ വരുന്ന മോൺസ്റ്റർ ഇത് ഇത്രയുള്ള നമ്മുടെ ഇവാനിയെ കുട്ടിയാണ്. ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം വയനാട്ടിൽ നിന്നും ഇവാനിയെ കുട്ടി. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. കുറെ നാളായില്ലേ ഇവാനിക്കുട്ടി വന്നിട്ട്? ഇവാനിക്കുട്ടി എത്ര നാളായി കണ്ടിട്ട്. അപ്പൊ ഇന്നെന്താ നമ്മൾ ചെയ്യാൻ പോണേ? സ്റ്റാൻഡപ്പ് തകർക്കാൻ പോവാണ്. ചേട്ടൻ അവിടെ പോയിരിക്കണോ അതോ ഇവിടെ ഇരിക്കണോ? കാര്യമുണ്ടോ? എന്നാ പിന്നെ ഞാൻ അവിടെ വരാം. അപ്പൊ ഇവാനിക്കുട്ടിക്ക് നല്ലൊരു കാര്യം എടുത്ത്. ഹായ്, എന്റെ പേര് ഇവാനിയ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനാ. വേറെ ഒന്നുമല്ല, എന്നെ പോലെയുള്ള ചെറിയ കുട്ടികൾ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് അനുഭവിക്കുന്ന ചെറിയ ചെറിയ പീഡനങ്ങൾ, അതൊക്കെ ഞങ്ങൾ കുഞ്ഞത് മുതലേ തുടങ്ങും. ചില ചേച്ചിമാര് ഞങ്ങളുടെ കവളത്ത് തുള്ളുന്നു, ചുണ്ടത്ത് തുള്ളുന്നു. ചില അങ്കിൾമാര് ഞങ്ങൾ ഉമ്മ വയ്ക്കുമ്പോൾ അവരുടെ താടിയുടെ കുത്തലാണ് സഹിക്കാൻ വയ്യാത്ത. എഴുന്നേറ്റ് ഓടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ എന്തേ നൈസായിട്ട് അങ്ങ് മുള്ളി കൊടുക്കും. അതുപോലെ ഞങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളും ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ പറയും കൊച്ചമ്മയെ പോലെയാ, കൊച്ചച്ഛനെ പോലെയാ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എൻ്റെ മുത്തശ്ശനെ പോലെയാ. എന്താന്നല്ലേ, അന്ന് എനിക്കും പല്ലില്ല, മുത്തശ്ശനും പല്ലില്ല. മുത്തശ്ശൻ
കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വന്നപ്പോ മുത്തശ്ശൻ TV-യിൽ ഇംഗ്ലീഷ് ചാനൽ ഇരുന്ന് കാണുന്നു. അപ്പൊ എനിക്ക് മുത്തശ്ശനോട് വളരെ അഭിമാനം തോന്നി. എന്താന്നറിയോ, എന്റെ വീട്ടിൽ മാത്രമേ ഇംഗ്ലീഷ് ചാനൽ കാണുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാവരുടെ വീട്ടിലും മലയാളം ചാനലാ കാണുന്നത്. പിന്നെ അല്ലേ മനസ്സിലാകുന്നേ, റിമോട്ട് കേടായത് കാരണം ചാനൽ മാറ്റാൻ പറ്റാത്ത കാരണം ഇതിനൊരു ഒച്ചയും ബഹളം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പൂപ്പൻ വെച്ചതാണ്. നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയ മാനസിക പീഡനം. മാനസിക പീഡനത്തിൽ ആദ്യത്തെ ഘട്ടമാണ് കലോത്സവം. നിങ്ങൾക്കറിയോ, എന്റെ ഈ പ്രായത്തിൽ തന്നെ ഞാൻ 5 ലക്ഷം രൂപ എന്റെ വീട്ടുകാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെയെന്ന്. സ്കൂളിൽ എന്നെ ചേർത്ത് എല്ലാ സമ്പത്തിനും ഞാൻ അങ്ങ് തോറ്റു കൊടുത്തു. ഞാനൊക്കെ ജയിച്ചിരുന്നെങ്കിൽ എവിടൊക്കെ പോണം, ജില്ലയിൽ പോണം, സ്റ്റേറ്റിൽ പോണം. അതിനൊക്കെ എന്തോരം പൈസ ആവും. മാഷിനുള്ള പൈസ, മേപ്പക്ക്, വണ്ടിക്കൂലി, ഭക്ഷണ ഫീസ്, ഇതിനൊക്കെ എന്തോരം പൈസ. അല്ലാതെ എനിക്ക് കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല. കലോത്സവത്തിന് തോറ്റത് കൊണ്ട് എന്റെ വീട്ടുകാരെന്നെ സ്പോർട്സിന് ചേർത്തി. എന്തിനാന്നറിയ ചേർത്തിയേ? ഷോർട്ട് പുട്ട്. നിങ്ങൾ തന്നെ പറ, ഇത്രയും ഷോർട്ട് ഞാനിനി എങ്ങനെ ഷോർട്ട് പുട്ട് കളിക്കാൻ പോകുന്നത്? അമ്മയെ പറഞ്ഞിട്ടും കാര്യമില്ല. അടുക്കളയിന്ന് ഇത്രയും വലിയൊരു ഗോതമ്പ് പുട്ടും എടുത്ത് ഓടുന്ന ഓട്ടം കണ്ടിട്ടാ എന്റെ അമ്മ എന്നെ ഷോർട്ട് പുട്ടിന് ചേർത്തിയ. അതൊരു മാതിരി തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന മാതിരി. മിക്ക അമ്മമാരും അവരുടെ കുട്ടികളെ കലോത്സവത്തിന് ചേർത്തുന്നത് അവരുടെ സ്റ്റാറ്റസിനും കൂടെ വേണ്ടിയാ. അതിനവരെന്തോരാ കഷ്ടപ്പെടുന്ന. 7 വയസ്സുള്ള കൊച്ചിന് 13 ഐറ്റം. പഠിക്കാൻ പറ്റാത്തോണ്ട് തോറ്റുപോകും. അതുകൊണ്ട് ഇതെന്റെ ഒരു അപേക്ഷയാണ്. ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന സാധനങ്ങൾ ഞങ്ങളെ ചേർത്തണം. ഇതെന്റെ ഒരു അപേക്ഷയാണ്. കലോത്സവത്തിൽ ജയിച്ച എല്ലാ കൂട്ടുകാർക്കും എന്റെ അഭിനന്ദനങ്ങൾ. അത് വിചാരിച്ച് നിങ്ങൾ അഹങ്കരിക്കാനൊന്നും നിൽക്കണ്ട. ഞങ്ങളെ പോലുള്ള ഒരു തോറ്റ് തന്നോണ്ടാ നിങ്ങൾ ജയിച്ചത്. ഒരു കലോത്സവത്തിൽ ജയിച്ച കുട്ടികളെക്കാൾ കൂടുതലാണ് തോറ്റ കുട്ടികൾ. അതുകൊണ്ട് ഭൂരിപക്ഷം ഞങ്ങൾക്ക്. അതുകൊണ്ട് തോറ്റ ഞാൻ പറയുന്നു കർണൻ, നെപ്പോളിയൻ, ഫാസ്റ്റ് ഫാഷൻ. ഇവര് 3 പേരും എന്റെ ഹീറോസ് ആണ്. ഇവര് 3 പേരും തോറ്റുപോരാണ്. പൊരുതി തോറ്റ ഞാൻ അങ്ങ് പോട്ടേന്ന് വെക്കും. എന്റെ പൊന്നി പൃഥ്വിരാജ് അങ്കിൾ ഈ ഡയലോഗ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് എന്ത് പറഞ്ഞേനെ. നന്ദി, നമസ്കാരം. അടിപൊളി അടിപൊളി അടിപൊളി. കുട്ടിക്കൊരു നല്ല ഗൈഡ് കൊടുത്തേ. കലക്കി. കുട്ടി മോളെ നന്നായിരുന്നു കേട്ടോ. ഇതാരാ പഠിപ്പിച്ചേ? അമ്മ. അടിപൊളി അടിപൊളി. അപ്പൊ അമ്മയ്ക്ക് നല്ലൊരു ഗൈഡ് നമുക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, യു ആർ വെൽക്കം. അപ്പൊ ഇനിയും വരികയല്ലേ? ഇനി അടുത്ത പ്രാവശ്യം വരികയല്ലേ? പുതിയ സബ്ജക്റ്റുമായിട്ട് ഇനിയും വരണം കേട്ടോ. അപ്പൊ ഇനി എല്ലാവരും ടാറ്റ പറഞ്ഞ് എല്ലാവർക്കും ഒരു ഫ്ലൈങ് കിസ് കൊടുത്തോ. ബൈ. ഞങ്ങൾ പോകുന്നു. ടാറ്റ. ഇനി വേഗം വരണം കേട്ടോ. ബൈ ബൈ. കോമഡി ഇത് ഐറ്റം വേറെ കഴിഞ്ഞു. ഇന്നത്തെ ഐറ്റങ്ങൾ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് റെസ്റ്റിനുള്ള സമയമാണ്. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. തൃശ്ശൂർ നിങ്ങൾ എൻജോയ് ചെയ്തോ? എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഇതിൽ ഉഷാറായിട്ടൊരു എപ്പിസോഡായിട്ട് നമുക്ക് തിരിച്ചു വരാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ പോകുന്നു. ഓക്കെ, അടുത്ത ദിവസം മടങ്ങി വരാം. Okay, good. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.